ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോകെമിസ്ട്രിയുടെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിലെ ജെബ്ലോൺസ്കി ഡയഗ്രവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടായിരുന്നത്. സോ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ സബ്സ്ട്രേറ്റ്. ഞാൻ അതിനെ എസ് എന്ന് കാണിക്കാം. ഓക്കെ, ഒരു ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ഫോട്ടോകെമിസ്ട്രി ആണ്. സോ ഒരു ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ യു ഹാവ് എ സബ്സ്ട്രേറ്റ്. ആ സബ്സ്ട്രേറ്റിലേക്ക് നമ്മളൊരു ഇൻസിഡൻറ്റ് ലൈറ്റ് വന്ന് വീഴുകയാണ് വിത്ത് എ ഫ്രീക്വൻസി ന്യൂ ഐ. ഫ്രീക്വൻസി ന്യൂ ഐയിൽ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ അതിൻ്റെ എനർജി എച്ച് ന്യൂ ഐ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഒരു സബ്സ്ട്രേറ്റ് വിൽ ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് അത് ഇങ്ങോട്ടേക്ക് പോകും, എസ് സ്റ്റാറിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, സബ്സ്ട്രേറ്റ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് എസ് സ്റ്റാറിനെ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിചാരിക്കാം, സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സിംഗ്ലറ്റ് എക്സൈറ്റിലേക്ക് പോകുന്നു, അതിൻ്റെ ബേസിസിലാണ് എസ് കാണിക്കുന്നത് വിചാരിക്കാം. ഡസൻ മാറ്റർ. ഓക്കെ, ആൻഡ് നൗ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ റേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് അബ്സോർപ്ഷനാണ്. നിങ്ങൾ കാണുന്ന പ്രോസസ്സ് ബേസിക്കൽ അബ്സോർപ്ഷൻ ആണ്. സോ ഇവിടുത്തെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ നമ്മൾ സാധാരണഗതിയിൽ റേറ്റ് പറയുമ്പോഴത്തേക്ക് എന്താ എഴുതുക, ആ സ്റ്റെപ്പിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടർ, ഈ മട്ടിലാണ് എഴുതുന്നത്. പക്ഷേ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ്റെ കേസിലെ ആക്ടിവേഷൻ സ്റ്റെപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇസ് ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ദ അബ്സോർബ് ലൈറ്റ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അവിടെ നിങ്ങളുടെ മെറ്റ് റേറ്റ് കോൺസ്റ്റൻസോ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിനോ കോൺസെൻട്രേഷനോ ഒന്നും ഇൻവോൾവ് ചെയ്യില്ല. റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് ജസ്റ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ് ലൈറ്റ്. അബ്സോർബ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആണ്, ഫ്രീക്വൻസിയോ വേവലെങ്തോ ഒന്നുമല്ല, ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ് ലൈറ്റ്. ഇതാണ് നിങ്ങൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഒരു ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി മറ്റു കാര്യങ്ങൾ നോക്കാം. മറ്റു കാര്യങ്ങൾ ഇതാണ്, നിങ്ങളുടെ അങ്ങനെ ഒരു എക്സൈറ്റഡ് സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ എത്തിയിട്ടുള്ള മോളിക്യൂൾ, ഞാനതിനെ എസ് സ്റ്റാറിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിംഗ്ലറ്റ് സ്റ്റേറ്റിലെ മോളിക്യൂളിന് തിരിച്ച് ഗ്രൗണ്ട്സിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ജെബ്ലോൺസ്കി കണ്ടായിരുന്ന ആലോചിച്ച് നോക്കിയേ, എക്സൈറ്റഡ് സിംഗ്ലറ്റ് ഇരിക്കുന്ന മോളിക്യൂള് അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂള് ഇൻ ജനറൽ ഞാൻ എസ് സ്റ്റാറിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൈറ്റഡ് മോളിക്യൂൾ നമുക്ക് അങ്ങനെ വിചാരിക്കാം. സിംഗ്ലറ്റ് എക്സൈറ്റഡ് എന്ന് വേണ്ട, ഒരു എക്സൈറ്റഡ് സബ്സ്ട്രേറ്റ്. ഓക്കെ, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ അതൊരു എക്സൈറ്റഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അവിടുന്ന് അത് ഈ പറഞ്ഞ പോലെ നേരെ താഴേക്ക് ഒരു ലൈറ്റുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് അല്ലേ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലൂറസെൻസ് വഴിയാണ് താഴേക്ക് വരുന്നതെങ്കിൽ എസ് സ്റ്റാർ ഗിവിങ് എസ് പ്ലസ് എച്ച് ന്യൂ എഫ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, കാരണം അതൊരു എന്താണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവും. സോ ഈ പ്രോസസ്സ് ഫ്ലൂറസെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലൂറസെൻസിൻ്റെ കറസ്പോണ്ടിങ് റേറ്റ് കോൺസ്റ്റന്റ് കെ എഫ് ഉണ്ടാകും. ഓക്കെ അല്ലേ, കെ എഫ് എന്ന റേറ്റ് കോൺസ്റ്റന്റ് കൂടെ അതിനോടൊപ്പം ഉണ്ടാവും. ഫൈൻ. ഇനി അങ്ങനെ അല്ലെങ്കിലോ നമുക്ക് ആലോചിച്ച് നോക്കാം. എസ് സ്റ്റാർ എന്ന മോളിക്യൂളിന് ഈ പറഞ്ഞ പോലെ ഒരു ഇന്റേണൽ കൺവേർഷനിലൂടെയും എങ്ങോട്ടേക്ക് എത്താം, സബ്സ്ട്രേറ്റ് ആയിട്ട് മാറാം. ഇങ്ങനെ എഴുതാം. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഇന്റേണൽ കൺവേർഷനിലൂടെ ഇയാൾക്ക് താഴേക്ക് വരാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിൻ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ കെ ഐ സി എന്നായിരിക്കും എഴുതുന്നുണ്ടാവാം. അടുത്ത പോസിബിലിറ്റി എന്താണ്, നിങ്ങളുടെ എസ് സ്റ്റാറിന് എസ് ആയിട്ട് മാറാൻ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് പോസിബിൾ ആണല്ലോ. സോ നമ്മൾ എന്തെഴുതും, കെ ഐ എസ് സി എന്ന് എഴുതും. ഇതെല്ലാം നിങ്ങളുടെ റേറ്റ് കോൺസ്റ്റൻസ് ആണ്. സോ ഞാനവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു സബ്സ്ട്രേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അബ്സോർപ്ഷൻ്റെ റേറ്റ് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ മോളിക്യൂളിന് താഴേക്ക് വരാൻ ഫ്ലൂറസെൻസ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ എന്താ ഇന്റേണൽ കൺവേർഷൻ പോസിബിൾ ആണ്, അതുമല്ലെങ്കിൽ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് പോസിബിൾ ആണ്. അപ്പോൾ ഇനി ഞാൻ ആലോചിക്കുന്നത് എൻ്റെ എസ് സ്റ്റാറിൻ്റെ ഫേറ്റ് അല്ലേ, എൻ്റെ എസ് സ്റ്റാറിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ എങ്ങനെയാകുമെന്ന് നമുക്കൊന്ന് ബേസിക്കൽ അനലൈസ് ചെയ്ത് നോക്കാം. സോ ഡി ബൈ ഡി ടി ഓഫ് എസ് സ്റ്റാർ എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എസ് സ്റ്റാർ ഫോർമേഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് ഐ അബ്സോർബ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്തെഴുതും, ഡി ബൈ ഡി ടി ഓഫ് എസ് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഐ അബ്സോർബ്ഡ്. ഫോർമേഷൻ അതുകൊണ്ട് പ്ലസ് ആണ്, മൈനസ് ഇനി ബാക്കിയൊക്കെ ഡി കെ അല്ലേ. നിങ്ങൾ നോക്കിക്കേ, ഈ സ്റ്റെപ്പ് പ്രകാരം എങ്ങനെയാ, ഫ്ലൂറസെൻസ് പ്രകാരം മൈനസ് കെ എഫ് ഇൻറ്റു എസ് സ്റ്റാർ. ഈ റേറ്റിൽ ഇയാൾ ഡീകമ്പോസ് ചെയ്യാം. ബേസിക് കൈനറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിലും മൈനസ് കെ ഐ സി ഇൻറ്റു എസ് സ്റ്റാർ, ഇവിടെ മൈനസ് കെ ഐ എസ് സി ഇൻറ്റു എസ് സ്റ്റാർ. അപ്പോൾ ഞാൻ എല്ലാം കൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൈനസ് കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് സ്റ്റാർ മൈനസ് കെ ഐ സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് സ്റ്റാർ, ലാസ്റ്റ് മൈനസ് കെ ഐ എസ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് സ്റ്റാർ. എനിക്ക് ഇത്തരത്തിൽ എഴുതാനായിട്ട് കഴിയും. ഇത്തരം വരെ വളരെ ഈസിലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ എസ് സ്റ്റാറിൻ്റെ ഒരു ട്രാൻസിയന്റ് എക്സിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. or in simple terms, let us assume steady state approximation to the excited state. എസ് സ്റ്റാറിന് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഐ അബ്സോർബ്ഡ് ഈക്വൽ ടു എങ്ങനെയാ, ഈ വാല്യൂ 0 ആയിട്ട് പോവില്ലേ,
0 പോയി കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്ന ആൾക്കാരെ എല്ലാം കൂടെ ലെഫ്റ്റിലേക്ക് എടുക്കാം. സോ ഐ അബ്സോർബ്ഡ് ഒറ്റയ്ക്കാവും. സോ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ് ലൈറ്റ് ഇസ് ഈക്വൽ ടു, ഞാൻ എസ് സ്റ്റാറിനെ കൂടെ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഐ അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു കെ എഫ് പ്ലസ് കെ ഐ സി പ്ലസ് കെ ഐ എസ് സി ടൈംസ് കോൺസെൻട്രേഷൻ ഓഫ് എസ് സ്റ്റാർ എന്ന് എനിക്ക് എഴുതാനായിട്ട് കഴിയും. ഇത്ര ഓക്കെ അല്ലേ? സോ ഐ അബ്സോർബ്ഡ്, ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ലൈറ്റിന് എനിക്ക് സിംപ്ലി ദാറ്റ് ഇസ് ഈക്വൽ ടു കെ എഫ് പ്ലസ് കെ ഐ സി പ്ലസ് കെ ഐ എസ് സി ഇൻറ്റു എസ് സ്റ്റാർ എന്ന് എഴുതാനായിട്ട് കഴിയും. സോ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നമുക്ക് ചില പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം. ഓക്കെ അല്ലേ? ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ലൈറ്റ്. ഫൈൻ. ഓൾറൈറ്റ്. സോ മൂവിങ് ഫർദർ, നമുക്ക് ബാക്കി മുന്നോട്ടേക്ക് നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടേമാണ് ക്വാണ്ടം ഈൽഡ്. ഇപ്പോൾ നിങ്ങൾ റീസെൻറ്റ് ഇയേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടം ഈൽഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ആരാണ് ക്വാണ്ടം ഈൽഡ്, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടം ഈൽഡ് നമുക്ക് നോക്കാം. സോ ക്വാണ്ടം ഈൽഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഫൈ ആണ്. ഓക്കെ, ഗ്രീക്ക് ലെറ്റർ ഫൈ കൊണ്ടാണ് ക്വാണ്ടം ഈൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് ഫംഗ്ഷനെ നമ്മൾ സൈ എന്ന ഫൈ എന്ന് കാണിക്കുന്ന പോലെ ഇവിടെ ക്വാണ്ടം ഈൽഡിനെ ഫൈ എന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഫൈ എന്നുള്ളത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് formed, number of product molecules formed. Okay, number of product molecules formed divided by number of photons absorbed. നമ്മൾ യൂഷ്വലി ഇങ്ങനെയാണ് എഴുതുക, നമ്പർ ഓഫ് ഫോട്ടോൺസ് അബ്സോർബ്ഡ്. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഫോംഡിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഞാൻ തൽക്കാലം ആ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റഡ്. ഓക്കെ, number of molecules reacted divided by number of photons absorbed. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയിൽ എഴുതാറുള്ളത്. ഇനി ഇതിന് നമുക്ക് ഒരു നമ്പർ ഓഫ് മോൾസ്, ഒരു നമുക്ക് അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ എങ്ങനെ മാറും? നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ഏതാ റിയാക്ട് ചെയ്യപ്പെടുന്ന റിയാക്ടൻസ് ആണല്ലോ. അപ്പോൾ എത്ര മോൾ റിയാക്ടൻസ് റിയാക്ട് ചെയ്തു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് moles of photon absorbed. Number of moles of photons absorbed. കാരണം ക്ലിയർലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മുകളിലും താഴെ നമ്മൾ അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോൾസ് ആയിട്ട് മാറും. ഇനി അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു മോള് ഫോട്ടോണെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാമോ? എന്തായിരിക്കും നമ്മൾ ഒരു മോള് ഫോട്ടോണെ വിളിക്കുന്ന പേര്? ഐൻസ്റ്റീൻ എന്നാണ് വിളിക്കുക അല്ലേ? ഓക്കെ, ഒരു മോൾ ഫോട്ടോണെ അല്ലെങ്കിൽ ഒരു മോൾ ഓഫ് എ സബ്സ്റ്റൻസിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഐൻസ്റ്റീൻ, യൂഷ്വലി ഫോട്ടോൺസിൻ്റെ കേസിലാണ് അത് പറയാം, നമ്മളതിനെ ഐൻസ്റ്റീൻസ് എന്നാണ് പറയാം. സോ 1 മോൾ ഓഫ് ഫോട്ടോണിനെ നമ്മൾ 1 ഐൻസ്റ്റീൻ എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും, ഫൈ ഈസ് ഈക്വൽ ടു, ഞാൻ തൽക്കാലം ഇത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്, ഫൈ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് അബ്സോർബ്ഡ്. ഓക്കെ, നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് അബ്സോർബ്ഡ്. അപ്പോൾ എത്ര ഐൻസ്റ്റീൻ അബ്സോർബ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഐൻസ്റ്റീൻ അബ്സോർബ് ചെയ്തു എന്ന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം 6.022 × 10⁻23 ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ആ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ എനർജി എക്സ്പ്രഷൻ നോക്കാം. എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ യൂഷ്വലി ഫോട്ടോൺസിൻ്റെ കേസിൽ പറയുന്നത് Hν എന്നാണ്. പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അറിയാം Hν അല്ല, ഫോട്ടോൺസിൻ്റെ കേസിൽ നമ്മൾ Hν എന്നാണ് പറയാം. അതൊരു മോളായി കഴിഞ്ഞാലോ, ഒരു മോള് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു മോള് ഫോട്ടോൺസിൻ്റെ എനർജീനെ നമ്മൾ Hν × NA എന്നാണ് ശരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. സോ ഇത് ശരിക്കും ഒരു മോള് ഫോട്ടോണിൻ്റെ എനർജി അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് 1 ഐൻസ്റ്റീൻ എനർജി. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് ഒരു ഐൻസ്റ്റീന് കറസ്പോണ്ട് ചെയ്യപ്പെടുന്ന എനർജിയാണ്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു hc/λ അല്ലേ? ന്യൂവിനെ c/λ എഴുതി കഴിഞ്ഞാൽ hc/λ × NA എന്നും എഴുതാനായിട്ട് പറ്റും. ഫൈൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ പറയാറുണ്ട്, ഓക്കെ, എനർജി ഓഫ് ദ സോഴ്സ് അല്ലെങ്കിൽ എനർജി ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് സോഴ്സ് എന്നാ പറയാം. ഒരു ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സോഴ്സിൽ നിന്നായിരിക്കുമല്ലോ. സോ സോഴ്സിൻ്റെ എനർജിനെ ET എന്ന് കൊടുക്കും, ട്രാൻസ്മിറ്റിംഗ് സോഴ്സിൻ്റെ എനർജി. സോ ഇതാണ് ET എന്നുള്ളതാണ് ശരിക്കും എനർജി ഓഫ് ദ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എനർജി ഓഫ് സോഴ്സ്. അപ്പോൾ ഈ എനർജി ഓഫ് സോഴ്സും ഈ കാണുന്ന എനർജി ശരിക്കും ഒരു ഐൻസ്റ്റീൻ അല്ലേ? ജസ്റ്റ് എ സെക്കൻഡ്.
ജസ്റ്റ് നിങ്ങൾ ഈ കാണുന്നത് എന്താണ്, ഒരു ഐൻസ്റ്റീൻ്റെ എനർജിയാണ്, ഈ കാണപ്പെടുന്ന ഒരു ഐൻസ്റ്റീൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ വേറെ ലെറ്റേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, അതൊരു ഐൻസ്റ്റീൻ ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫൈൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് കണ്ടെത്താം. നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് എങ്ങനെ കണ്ടെത്താൻ കഴിയുക? നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ്, ആരുടെയൊക്കെ റേഷ്യോ ആണ്? നിങ്ങളുടെ ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെ എനർജി ഡിവൈഡഡ് ബൈ ഒരു ഐൻസ്റ്റീൻ്റെ എനർജി. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ ട്രാൻസ്മിറ്റഡ് സോഴ്സിൻ്റെ എനർജി 10 ഐൻസ്റ്റീൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഐൻസ്റ്റീൻ്റെ എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10 എന്നല്ലേ? അതിനർത്ഥം അവിടെ 10 ഐൻസ്റ്റീൻസ് ആണ് സോഴ്സിൽ നിന്ന് വന്നതെന്നാണ്. സോ ആ റേഷ്യോ എടുത്താൽ നമുക്ക് നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് കണ്ടെത്താനായിട്ട് കഴിയും. സോ ET ഡിവൈഡ് ബൈ E, ഇനി നമുക്കറിയുന്ന കാര്യം ET ക്വസ്റ്റ്യൻ അവർ തരുന്നുണ്ടാവും. ഡിവൈഡ് ബൈ ഇക്ക് നമ്മളിപ്പോൾ ഒരു എക്സ്പ്രഷൻ പഠിച്ചത് എന്തായിരുന്നു? അത് HC ഇൻറ്റു NA ഡിവൈഡഡ് ബൈ ലാംഡ എന്നുള്ളതാണ്. സോ നിങ്ങൾ കാണുന്ന ET ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ HC ഇൻറ്റു NA ഈ എക്സ്പ്രഷനാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെയാ നമുക്കിനി കോൺസ്റ്റൻ്റ് ആക്കി മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ നമുക്കിതുകൂടെ നോക്കാം. ഓക്കെ, ലാംഡയും HC NA ഇവരെല്ലാവരും കോൺസ്റ്റൻസ് ആണ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈസിലി പറയാൻ കഴിയുന്ന കാര്യം ആരൊക്കെ? H ഒരു കോൺസ്റ്റൻ്റ് ആണ്, C കോൺസ്റ്റൻ്റ് ആണ്, NA കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അവരുടെ ന്യൂമറിക്കൽ വാല്യൂക്ക് പോകാം. അതിന് മുന്നേ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ക്വാണ്ടം ഈൽഡ് നോക്കാം. ക്വാണ്ടം ഈൽഡ് 5യുടെ എക്സ്പ്രഷൻ വരുന്നത് എന്തായിരുന്നു? ക്വാണ്ടം ഈൽഡ് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് അല്ലേ? എത്ര റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് അബ്സോർബ്ഡ്. എത്ര ഐൻസ്റ്റീൻ അബ്സോർബ് ചെയ്തു. സോ ഇതാണ് ശരിക്കും നിങ്ങളുടെ ക്വാണ്ടം ഈൽഡ് 5. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ഞാൻ തൽക്കാലം NR എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, റിയാക്റ്റൻ്റ് എത്ര മോൾസ് റിയാക്ട് ചെയ്തു എന്നതിന് NR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് അബ്സോർബ്ഡിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. അതെന്താ? ET ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ HC ഇൻറ്റു NA. സോ ആക്ച്വലി ഇങ്ങനെ സ്റ്റെപ്പും കൂടെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ടാണ് തൊട്ട് മുന്നേ ഞാൻ ആ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുക്കാതിരുന്നത്. അപ്പോൾ നമുക്കിനി കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുക്കാം. നിങ്ങൾ നോക്കിയാൽ HC കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ NAയും കോൺസ്റ്റൻസ് ആണ്. സോ ഇഫ് ഐ ആം ടു പ്ലഗ് ഇൻ ദീസ് വാല്യൂസ് ഐ വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് എ ക്വാണ്ടം ഈൽഡ് 5 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 0.12 times number of moles of the reactant divided by the energy of the transmitting source times wavelength lambda of the photon. സോ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ക്വാണ്ടം ഈൽഡും ഐൻസ്റ്റീനുമായി കണക്ട് ചെയ്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സോ ഇതും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റീവൈൻഡ് ചെയ്യുക. അതിനുശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. സോ നമുക്കിനി മുന്നിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. സോ ക്വാണ്ടം ഈൽഡ് നമുക്ക് പലതരത്തിൽ പറയാനായിട്ട് കഴിയും. കാരണം ക്വാണ്ടം ഈൽഡ് എന്നുള്ളത് ഒരു മോൾ അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര മോൾ അബ്സോർബ് ചെയ്തു ആൻഡ് അത് വെച്ചിട്ട് എത്ര പ്രൊഡക്റ്റ് ഫോം ചെയ്തു അല്ലെങ്കിൽ എത്ര മോൾസ് റിയാക്ട് ചെയ്തു എന്നതാണ് ശരിക്കും ക്വാണ്ടം ഈൽഡ്. അപ്പോൾ നമുക്കിതിനെ ഫ്ലൂറസെൻസിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ എന്താണ് ഇന്റർസിസ്റ്റം ക്രോസിംഗ് ഓർ ഫോസ്ഫറസെൻസിൻ്റെ ബേസിസിലൊക്കെ നമുക്ക് ക്വാണ്ടം ഈൽഡ് പറയാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. ഫൈൻ. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ 5യുടെ തൊട്ട് മുന്നേ എഴുതിയ എക്സ്പ്രഷൻ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീകോൾ ചെയ്യാം. ഞാനത് താഴേക്ക് ഇതേപോലെ കോപ്പി ചെയ്യാണ്. ഓക്കെ, സോ 5 എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതിയത് പ്രകാരം എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് അബ്സോർബ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ വരുത്താണ്. ഓക്കെ, ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുകളിലും ഒരു ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ താഴെയും ഞാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തിനാ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ടൈം കൊണ്ട് ഡിവിഷൻ ആക്ച്വലി നിങ്ങളുടെ റേറ്റിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് റിയാക്റ്റഡ് ബൈ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് അബ്സോർബ്ഡ് ബൈ ടൈം. സോ ശരിക്കും നിങ്ങൾ മുകളിൽ കാണുന്നത് എത്ര മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ് റിയാക്ട് ചെയ്തതെന്നുള്ളത് ശരിക്കും നിങ്ങളുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അല്ലേ? ശരിയല്ല, നിങ്ങളുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലേ? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് അബ്സോർബ്ഡ് ബൈ ടൈം. അപ്പം അത് അബ്സോർപ്ഷൻ്റെ റേറ്റ് അല്ല, അഥവാ അത് നിങ്ങളുടെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. ഫൈൻ, ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇതിനെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണപ്പെടുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ 5 ക്വാണ്ടമിലേക്ക് എങ്ങനെ എഴുതാം?
റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, നമ്മൾ യൂഷ്വലി തന്നെ വെലോസിറ്റി എന്ന് എഴുതാറുണ്ട് അല്ലെ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ എഴുതാറുണ്ട്. അത് പ്രകാരം ഞാൻ ആ നൊട്ടേഷനാണെങ്കിൽ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ ഐ അബ്സോർബ്ഡ്. ഇങ്ങനെ എനിക്ക് എൻ്റെ ഇക്വേഷനെ മോഡിഫൈ ചെയ്യാൻ കഴിയും. ഫൈൻ. സോ ഇത് നിങ്ങളുടെ ക്വാണ്ടം ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അത് ഈസിയാണ്, ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഫ്ലൂറസെൻസിൻ്റെ ക്വാണ്ടം ഈൽഡിലേക്ക് പോകാം. ഓക്കെ, സോ ക്വാണ്ടം ഈൽഡ് ഓഫ് ഫ്ലൂറസെൻസ് അതിനെ നമ്മൾ 5F0 എന്നാണ് എഴുതുക. എന്തുകൊണ്ട് 0 വന്നു എന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. സോ ഇത് ശരിക്കും ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഞാനിവിടെ എഴുതി കാണിക്കാം. ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ്. ഓക്കെ, ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് എന്നുള്ളത് ശരിക്കും മുന്നേ പറഞ്ഞ എക്സ്പ്രഷൻ ആലോചിച്ച് നോക്കിക്കേ. മുന്നേ എന്തായിരുന്നു? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ, ശരിയല്ലേ? അപ്പോൾ ആ ഒരു ബേസിസിൽ ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് എന്തായിരിക്കും? ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് എന്നുള്ളത് ശരിക്കും അത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇതെന്ത് റിയാക്ഷനാ? ഫ്ലൂറസെൻസ് അല്ലേ? സോ റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ആയിരിക്കും. സോ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് ഐ ക്യാൻ റൈറ്റ് ദാറ്റ് റേറ്റ് ഓഫ് ഫ്ലൂറസെൻസിനെ ഞാൻ VF എന്ന് എഴുതി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്തായിട്ട് എഴുതാം? എനിക്ക് അതിനെ I അബ്സോർബ്ഡ് എന്ന് എഴുതാം. കാരണം നമുക്കറിയാം റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്നുള്ളത് I അബ്സോർബ്ഡ് ആണ്, ഇന്റൻസിറ്റി ഓഫ് ദ അബ്സോർബ്ഡ് ലൈറ്റ് ആണ്. ഫൈൻ. ഇനി VF റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് എന്തായിരിക്കും ശരിക്കും? റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് അത് KF × S അല്ലേ? നിങ്ങളുടെ ബുക്ക് ഒന്നുകൂടെ തൊട്ട് മുന്നേ എഴുതിയ കാര്യങ്ങൾ നോക്കുക. ശരിക്കും നിങ്ങളുടെ റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് എന്നുള്ളത് KF × S ആണ്. നമ്മൾ എവിടെയാണ് അത് കണ്ടിരുന്നത്? ഇവിടെയാണ് കണ്ടത് അല്ലേ? ഓക്കെ, ഈ സ്റ്റെപ്പ് നിങ്ങളുടെ ഫ്ലൂറസെൻസ് അല്ലേ? ഫ്ലൂറസെൻസ് എന്ന സ്റ്റെപ്പിന്റെ റേറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? KF × S എന്നാണ്. ഇന്റർണൽ കൺവേർഷൻ റേറ്റ് KIC × S എന്നാണ് എഴുതിയിരുന്നത്. അതുപോലെ ആ സെയിം ഐഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങളുടെ റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് എന്നുള്ളത് KF × S ഡിവൈഡ് ബൈ I അബ്സോർബ്ഡ് ആണെന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി I അബ്സോർബ്ഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ അവിടെ വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിരുന്നു. നിങ്ങൾക്കത് കണ്ട് ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു I അബ്സോർബ്ഡിന്റെ എക്സ്പ്രഷൻ? I അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു നമ്മൾ KFഉം KICയും കോമൺ ആക്കി മാറ്റി. ആരെ ശരിക്കും കോമൺ ആക്കി എടുത്തത്? S കോമൺ ആക്കുന്നത് വഴി, ശരിയല്ലേ? ഇങ്ങനെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ദാറ്റ് എൻ്റെ 5F0യുടെ എക്സ്പ്രഷൻ KF × കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ KF പ്ലസ് KIC പ്ലസ് KISC ടൈംസ് S എന്ന് എനിക്ക് മാറ്റാനായിട്ട് കഴിയും. സോ ആരൊക്കെ വെട്ടിക്കളയാം? S ക്യാൻസൽ ഔട്ട് ആയി പോവും. സോ KF ബൈ KF പ്ലസ് KIC പ്ലസ് KISC നിങ്ങളുടെ ഇക്വേഷൻ ഷോർട്ടൺ ആവും. ബട്ട് ഇവിടെ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഉണ്ട്. നമ്മൾ ഈ 1/KF പ്ലസ് KIC പ്ലസ് KISCനെ വിളിക്കുന്ന പേര് ടോ എന്നാണ്. ടോ. സോ ഇവിടെ ഒരു സബ്സ്ക്രിപ്റ്റ് 0 ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ടോ 0 എന്നാണ് എഴുതുന്നത്. ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ്. ഓക്കെ, ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് ആണല്ലോ 5F0. അപ്പോൾ ഇതിന് നമ്മൾ ടോ 0 എന്ന് എഴുതും. സോ ടോ 0നെ വിളിക്കുന്ന പേര് ലൈഫ് ടൈം എന്നാണ്. ഓക്കെ, ലൈഫ് ടൈം എന്നാണ് വിളിക്കുക. ലൈഫ് ടൈം കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 0 കാണിക്കുന്നത് ലൈഫ് ടൈം വിത്തൗട്ട് ക്വെഞ്ചർ എന്നുള്ളതാണ്. ഓക്കെ, ലൈഫ് ടൈം വിത്തൗട്ട് ക്വെഞ്ചർ. സിമിലർലി 5F0 കാണിക്കുന്നത് ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് വിത്തൗട്ട് ക്വെഞ്ചർ. സോ 0 കാണിക്കുന്നത് ക്വെഞ്ചർ ഇല്ല എന്നുള്ളൊരു മീനിങ്ങിലാണ്. അപ്പോൾ സംശയം തോന്നാം എന്താണ് ക്വെഞ്ചർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് അതിലേക്ക് നോക്കാം. എന്താണ് ക്വെഞ്ചർ എന്നുള്ളൊരു കാര്യം നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ക്വെഞ്ചിങ് എന്നൊരു കൺസെപ്റ്റാണ്. ക്വെഞ്ചിങ് വളരെ ഈസിലി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ഒരു മോളിക്യൂള് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, സബ്സ്ട്രേറ്റഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മീഡിയത്തിൽ ഏതെങ്കിലും ഒരു മോളിക്യൂൾ, ക്വെഞ്ചർ മോളിക്യൂൾസ്, നമ്മൾ ക്വെഞ്ചേഴ്സ് ആണ് വിളിക്കുക. ക്വെഞ്ചർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഈ ക്വെഞ്ചർ മോളിക്യൂളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ S എന്ത് ചെയ്യും? തിരിച്ച് S ആയിട്ട് മാറും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തും. സോ ഇറ്റ്സ് ലൈക്ക് കൊളൈഡിങ്. ഓക്കെ, നമ്മൾ ലിൻവാൻ മെക്കാനിക്സിലെ കണ്ടതുപോലെ തന്നെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഒരു ക്വെഞ്ചറുമായിട്ട് ഇടിച്ചതിന് ശേഷം അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ത്രൂ എൻ്റെ മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തും. സോ S പ്ലസ് Q ഗിവ്സ് S പ്ലസ് Q. ആൻഡ് അവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് ഞാൻ KQ എന്നാണ് എഴുതി കാണിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ക്വെഞ്ചിങ് എന്ന സ്റ്റെപ്പിൻ്റെ റേറ്റ് ഞാൻ അതിനെ VQ എന്ന് എഴുതാണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ക്വെഞ്ചിങ് എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? KQ ×
കോൺസെൻട്രേഷൻ ഓഫ് ദ ക്വെഞ്ചർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ എക്സൈറ്റഡ് സബ്സ്ട്രേറ്റ്. ഇങ്ങനെ എനിക്ക് എൻ്റെ ക്വെഞ്ചിങ്ങിൻ്റെ റേറ്റിനെ എഴുതാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടെ ശരിക്കും എൻ്റെ പ്രോസസ്സിനകത്ത് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ലൈറ്റിന് എന്ത് എക്സ്പ്രഷനിൽ വേരിയേഷൻ വരും? ഐ അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ കഴിയും? അതിനെ കെ എഫ് ഇൻറ്റു എസ് സ്റ്റാർ പ്ലസ് കെ ഐ സി ഇൻറ്റു എസ് സ്റ്റാർ പ്ലസ് കെ ഐ എസ് സി ഇൻറ്റു എസ് സ്റ്റാർ. മുന്നേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ക്വെഞ്ചർ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൂടെ അഡീഷണൽ വരില്ലേ? അത് കാരണം എന്ത് മാറും? പ്ലസ് കെ ക്യു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ ക്വെഞ്ചർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് സ്റ്റാർ. ഈ ഒരു ടേമും കൂടെ എൻ്റെ എക്സ്പ്രഷനകത്ത് എക്സ്ട്രാ ആയിട്ട് വരും. എപ്പോൾ എൻ്റെ മീഡിയത്തിൽ ഒരു ക്വെഞ്ചർ പ്രസൻറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻസിനകത്തൊക്കെ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോമൺ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് 5F വിത്തൗട്ട് ക്വെഞ്ചറാണ് നമ്മൾ മുന്നേ കണ്ടത്. അപ്പോൾ വിത്ത് ക്വെഞ്ചർ ആണെങ്കിൽ ഞാൻ എന്ത് എഴുതില്ല? അവിടെ കോമ 0 ഇടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, മുന്നേ 0 ഇട്ടത് ക്വെഞ്ചർ ഇല്ലാതെ കാണിക്കാനും ഇപ്പോൾ 0 ഇടാത്തത് അവിടെ ക്വെഞ്ചർ ഉണ്ടെന്ന് കാണിക്കാനുമാണ്. സോ ഈ സമയത്ത് എൻ്റെ 5Fൻ്റെ എക്സ്പ്രഷൻ വീണ്ടും എന്ത് തന്നെയാണ്? അതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ അല്ലേ? സോ റേറ്റ് ഓഫ് ഫ്ലൂറസെൻസിൻ്റെ മാറ്റം ഒന്നുമില്ല. റേറ്റ് ഓഫ് ഫ്ലൂറസെൻസ് നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ അത് നത്തിങ് ബട്ട് കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് സ്റ്റാർ ആയിരുന്നു. പക്ഷേ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇപ്പോൾ മാറ്റം വന്നില്ലേ? ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ് ലൈറ്റിൻ്റെ എക്സ്പ്രഷനകത്ത് ആരും കൂടെ വന്നു? കെ ക്യു ക്യു എസ് സ്റ്റാർ എന്ന ടേമും കൂടെ എക്സ്ട്രാ വന്നു. സോ ഞാൻ അതുകൂടി ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ആര് വന്നു? കെ എഫ് പ്ലസ് കെ ഐ സി പ്ലസ് കെ ഐ എസ് സി പ്ലസ് ആരെ കോമ എടുക്കാൻ കഴിയുക? കെ ക്യു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ കോമ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആൾ എസ് സ്റ്റാർ ആണ്. അപ്പോൾ ഈസിലി എസ് സ്റ്റാറും എസ് സ്റ്റാറും ഇവിടുന്ന് കട്ട് ഔട്ട് ആയിട്ട് പോകും. സോ മുന്നത്തെ സെയിം ഐഡിയ നമ്മൾ മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 ആരൊക്കെയാ? കെ എഫ് പ്ലസ് കെ ഐ സി പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ക്യു ടൈംസ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ എന്നുള്ളതിനെ ഞാൻ ടോ എന്നാണ് വിളിക്കുക. ടോ ഇവിടെ നമ്മൾ ടോ 0 എന്ന് കൊടുക്കില്ല, കാരണം ഇവിടെ ക്വെഞ്ചർ ഉണ്ടല്ലോ. സോ ക്വെഞ്ചർ ഉള്ളത് കൊണ്ട് നമ്മളതിനെ സിംപ്ലി ടോ എന്നൊരു ലെറ്റർ കൊണ്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സോ 5Fൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി. അപ്പോൾ നമുക്കിനി ഒരു റേഷ്യോ എടുത്ത് നോക്കാം. ഓക്കെ, റേഷ്യോ ഇതാണ്. സോ ലെറ്റ് us ടേക്ക് ദ റേഷ്യോ ഓഫ് ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് വിത്തൗട്ട് ക്വെഞ്ചർ ആൻഡ് ഫ്ലൂറസെൻസ് ക്വാണ്ടം ഈൽഡ് വിത്ത് ക്വെഞ്ചർ. ഓക്കെ, ക്വെഞ്ചർ ഇല്ലാതെ അത് 5F0 ആണെങ്കിൽ വിത്ത് ക്വെഞ്ചർ 5F അല്ലേ? നമുക്ക് റേഷ്യോ എടുത്ത് നോക്കാം. ആ റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയായിരിക്കും ബാക്കിയാവുന്നുണ്ടാവുക? നിങ്ങളുടെ കെ എഫും എസ് ആറും വെട്ടിപ്പോയിട്ട് ബാക്കിയാകുന്ന ഈ കാണുന്ന ടേം എല്ലാം എല്ലാവരും വെരിഫൈ ചെയ്ത് നോക്കുക. ഞാൻ ഡയറക്റ്റ്ലി എക്സ്പ്രഷൻ എഴുതുകയാണ്. കെ എഫ് പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ഐ സി പ്ലസ് ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് ഇവിടെ ആരും കൂടെ ഉണ്ടാവും. 5Fൻ്റെ കേസിൽ കെ ക്യൂ ഇൻറ്റു ഒരു ക്യൂ ഉണ്ടാവും അല്ലേ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ? ഡിനോമിനേറ്ററിൽ കെ എഫ് പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ഐ സി. ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, കെ ഐ സി. ഓക്കെ, ഇത്ര ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ ഉണ്ടാവും. അപ്പോൾ എനിക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തുകൂടെ? ഈ എക്സ്പ്രഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഞാൻ ന്യൂമറേറ്റർ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. ഞാൻ ഈ എക്സ്പ്രഷൻ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. സോ എ പ്ലസ് ബി ബൈ സിനെ എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതാവുന്നത് പോലെ ഞാൻ ഇതിനെ എങ്ങനെ എഴുതുകയാണ്? ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്ലസ് കെ ക്യൂ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ ഡിവൈഡഡ് ബൈ പിന്നെ നമ്മുടെ ഇത്രയും ആൾക്കാരല്ലേ? ഇങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ആൻഡ് ഈ കാണപ്പെടുന്ന ആൾ ആക്ച്വലി എത്രയായിട്ട് മാറും? ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ നിങ്ങൾക്ക് ഈസിലി കണ്ടാൽ മനസ്സിലാകും. ഇതിൻ്റെ വാല്യൂ 1 ആണ്. So what I can write is that 5F0 fluorescence quantum yield without quencher divided by the fluorescence quantum yield with quencher is equal to 1 plus. അപ്പോൾ നിങ്ങൾ വീണ്ടും നോക്കിക്കേ, ഇവിടെയും ഒരു 1 ഒരു ടേം കാണുന്നില്ലേ? നോക്കിയാൽ 1 കെ എഫ് പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ഐ സി ഒരു ടേം നിങ്ങൾ കാണുന്നില്ലേ? അത് ശരിക്കും ടോ 0 ആയിരുന്നില്ലേ? സോ നമുക്ക് 1 പ്ലസ് ടോ 0 ഇൻറ്റു കെ ക്യൂ ഇൻറ്റു ക്യൂവിൻ്റെ കോൺസെൻട്രേഷൻ ഇതാണ്ട് കഴിയും. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ കഴിയത്തിൽ ഒന്ന് നോക്കുക. 1 ഈ കാണപ്പെടുന്ന ടേമിനാണ് നമ്മൾ തൊട്ട് മുന്നേ എന്താണ് ലൈഫ് ടൈം എന്ന് കൊടുത്തത്, ലൈഫ് ടൈം വിത്തൗട്ട് ക്വെഞ്ചർ എന്ന് കൊടുത്തത്. സോ 1 പ്ലസ് ടോ 0 കെ ക്യൂ ഇൻറ്റു ക്യൂ എന്ന് കാണാനായിട്ട് കഴിയും. ഇനി നമുക്കിതിനെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ കഴിയും. 1 പ്ലസ് ടോ 0 ഇൻറ്റു കെ ക്യൂവിനെ നമ്മൾ എഴുതുന്ന ലെറ്റർ ടോ എസ് വി എന്നാണ്. ഓക്കെ, ടോ എസ് വി അല്ല, അത് നമ്മൾ എഴുതുന്ന ഡിനോട്ട് ലെറ്റർ കെ എസ് വി എന്നാണ്. ഓക്കെ, കെ എസ് വി. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് 5F0
by phi f is equal to 1 plus Ksv times concentration of Q, where Ksv is known as your Stern-Volmer constant, and this expression fully is known as your Stern-Volmer equation. ഓക്കെ, ഈ കാണുന്ന ഇക്വേഷൻ വിളിക്കുന്ന പേരാണിത് സ്റ്റേൺ-വോൾമർ ഇക്വേഷൻ. സ്റ്റേൺ-വോൾമർ ഇക്വേഷൻ. ഓക്കെ, KSVന്റെ പേര് സ്റ്റേൺ-വോൾമർ കോൺസ്റ്റന്റ് എന്നാണ്. സോ ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫീൽ വരുന്നുണ്ട് അല്ലേ? നോക്കിയേ, phi f0 by phi f, ഇതിനെ നമുക്ക് തൽക്കാലം ഒന്ന് y ആയിട്ട് വിചാരിക്കാം. ഓക്കെ, ഇതിനെ ഞാൻ y ആക്സിസ് വിചാരിക്കുകയാണ്. ക്യൂവിനെ ഞാൻ x ആയിട്ട് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ KSVന്റെ സ്ലോപ്പ് m അല്ലേ, 1 എന്നുള്ളത് തന്നെ ഇന്റർസെപ്റ്റ് അല്ലേ. സോ y equal to mx plus c എന്നുള്ള ബ്യൂട്ടിഫുൾ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വാട്ട് ഐ ക്യാൻ ഡ്രോ ഈസ് phi f0 by phi f against the concentration of Q will give me a straight line plot which has a slope equal to the Stern-Volmer constant along with the intercept as your 1. Intercept 1 എന്ന വാല്യൂ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് phi f0 against phi f ന്റെ ഗ്രാഫ് നിങ്ങൾ കാണേണ്ടി കഴിയും. ഓക്കെ, phi f0 against phi f ആകാം, അതല്ലെങ്കിൽ സെയിം ഗ്രാഫ് തന്നെയാണ് എന്തിനും പോകുന്നറിയോ, phi f0 against phi f പോലെ തന്നെയാണ് ക്വാണ്ടം ഫീൽഡിന് പകരം സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടോ എടുക്കാമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങൾ ടോ എടുക്കുകയാണ്. സോ τ0 by τ എഗൻസ്റ്റ് നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സെയിം രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ പോവുക. കാരണം ആ റേഷ്യോ അവിടെ ട്രൂ ആയിരിക്കും. phi f0 by phi f is equal to τ0 by τ എന്ന റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആക്സിസ് മാറ്റി കഴിഞ്ഞാലും സെയിം ആസ്പെക്റ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫൈൻ, ഓൾറൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം, ഈ പറഞ്ഞ ക്വെഞ്ചറിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് വിട്ടുതരാം. ഓക്കെ, സോ ദീസ് തിങ്സ് യു ക്യാൻ തിങ്ക് ഓഫ് ആൻഡ് ദെൻ യു ക്യാൻ റെഡ്യൂസ് ദ റിസൾട്ട്സ്. അത്തരത്തിലായിരിക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ പോസ് ചെയ്യുക, നോട്ട്സ് തരാൻ ചെക്ക് ചെയ്യുക, കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുക. നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വേഗം ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്ലൂറസെൻസ് ക്വാണ്ടം yield. ഫ്ലൂറസെൻസ് ക്വാണ്ടം yield and fluorescence lifetime. And fluorescence lifetime of a molecule are 0.4 and 5 into 10 raised to minus 9 seconds. Okay, if the fluorescence decay constant is y into 10 raised to 7 per second, find y നെ കണ്ടതാണ് ചോദ്യം. ഓക്കെ, സോ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നില്ല, പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊരാൾക്കും ചെയ്യാം. സോ പോസ്റ്റ് ദ വീഡിയോ, ട്രൈ ദ ക്വസ്റ്റ്യൻ yourself and then check the solution. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കേണ്ടത് ഇങ്ങനെയാണ്. ഫ്ലൂറസെൻസ് ക്വാണ്ടം yield ഫ്ലൂറസെൻസ് ലൈഫ് ടൈമും ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് അല്ലേ? സോ ഫ്ലൂറസെൻസ് ക്വാണ്ടം yield ഫ്ലൂറസെൻസ് ലൈഫ് ടൈം. ഇവിടെ ക്വെഞ്ചറിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലെങ്കിൽ ക്വെഞ്ചർ എവിടെ എന്ന് നമ്മൾ ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരു ക്വെഞ്ചറിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, അവിടെ ക്വെഞ്ചർ ഇല്ല എന്നാണ് അർത്ഥം. സോ നിങ്ങളുടെ ഫ്ലൂറസെൻസ് ക്വാണ്ടം yield phi f0 ആണ്. ഓക്കെ, ഇനി phi f0 എന്നുള്ള ആളാണ് ശരിക്കും ക്വസ്റ്റ്യനകത്ത് 0.4 എന്ന വാല്യൂ ആയിട്ട് തന്നിട്ടുള്ളത്. അതേപോലെ ഫ്ലൂറസെൻസ് ലൈഫ് ടൈം എന്നുള്ളത് ശരിക്കും എന്താ, നമ്മളുടെ ഫ്ലൂറസെൻസ് ലൈഫ് ടൈം എന്നുള്ളത് എന്താണ്, τ0 ആണ്. നമ്മൾ യൂഷ്വലി ഫ്ലൂറസെൻസിന്റെ കാര്യം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. സോ യൂഷ്വലി ഫ്ലൂറസെൻസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്നത്. സോ ഫ്ലൂറസെൻസ് ലൈഫ് ടൈം എന്നുള്ളത് τ0 ആണ്. വിത്ത് ക്വെഞ്ചർ ആയാൽ അത് ടോ ആയിട്ട് മാറും, അത് വേറെ. ഇത് വിത്തൗട്ട് ക്വെഞ്ചർ ആണ്. സോ τ0 എന്നാണ് എഴുതുക. ആൻഡ് ക്വസ്റ്റ്യൻ പ്രകാരം ആ τ0യുടെ വാല്യൂ 5 into 10 raised to minus 9 സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ഫ്ലൂറസെൻസ് ഡീകേ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഫ്ലൂറസെൻസ് ഡീകേ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ റേറ്റ് കോൺസ്റ്റന്റ്, അതായത് KF-നെയാണ് കണ്ടെത്തേണ്ടത്. സോ KF കണ്ടെത്തണം. സോ അവർ ഡ്യൂട്ടി ഈസ് ടു ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ദാറ്റ് കണക്ട്സ് phi f0, τ0 ആൻഡ് KF. ഒന്ന് ഓർത്ത് നോക്കുക, ഒന്ന് വീഡിയോ പോസ്റ്റ് ഓർത്ത് നോക്കുക, ആ എക്സ്പ്രഷൻ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. നമുക്കൊന്ന് ക്വിക്കിലി മേലേക്ക് പോയിട്ട് നോക്കാം. ഒന്ന് മേലേക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നമുക്ക് കാണാൻ കഴിയാം? ഓക്കെ, phi f0 by phi f ഇതാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ഇതല്ല നമുക്ക് വേണ്ടുന്നത്, phi f0യുടെ എക്സ്പ്രഷൻ ആണ് അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, phi f0 is equal to KF
ഇൻറ്റു 1/something ഇങ്ങനെ കാണുന്നില്ലേ? ശരിക്കും ഈ എക്സ്പ്രഷൻ എന്താണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 5f0 ഈക്വൽ ടു kf ഇൻറ്റു ഈ 1/kf പ്ലസ് kic പ്ലസ് kic എന്നുള്ള ആൾ ശരിക്കും നിങ്ങളുടെ ടോ സീറോ അല്ലേ? നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റിക്കൂടെ? 5f0 is equal to kf into tau 0 എന്ന് മാറ്റിക്കൂടെ? സോ ഞാൻ ആ ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് 5f0 is equal to kf into tau 0. അപ്പോൾ kf എല്ലാം കണ്ടുപിടിക്കുക. സോ kfൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നത്? kf is equal to 5f0 divided by tau 0. ഓക്കെ, ഇത് ഫോളോ ചെയ്യാൻ പറ്റാത്തവർ ഒന്നും കൂടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. വീഡിയോ പോസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കോംപ്രഹെൻഡ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കാണുക. സോ 5f0യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പ്രകാരം 0.4 ആണ്. ഒബ്വിയസ്ലി അത് യൂണിറ്റ്ലെസ് പാരാമീറ്റർ ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ tau 0യുടെ വാല്യൂ 5 × 10⁻⁹ സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആൻസർ എത്രയായിരിക്കും? 40/5 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് 8 ആയിരിക്കും. സോ ഒരു ഇൻറ്റു 100/100 കൂടെ ആയിട്ട് 10⁻⁹ എന്നുള്ളത് മുകളിൽ വരുമ്പോഴത്തേക്ക് 10⁻⁷ എന്ന ആസ്പെക്റ്റിലേക്ക് മാറും. സോ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. ഞാനൊരു മൈൻഡ് കാൽക്കുലേഷൻ ആണ് ചെയ്തത്. സോ 8 × 10⁻⁷ സെക്കൻഡ് ഇൻവേഴ്സ് എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവാം. സോ ക്വസ്റ്റിനെ ചോദിച്ചുള്ള y കണ്ടെത്താനാണ്. സോ y × 10⁻⁷ ആണെങ്കിൽ y-യുടെ വാല്യൂ എത്ര ആയിരിക്കണം? അത് 8 ആയിരിക്കണം. ഓക്കെ അല്ലേ? ഫൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ഫോട്ടോ കെമിസ്ട്രി എന്ന മൊഡ്യൂളിൽ നോക്കാനുള്ളത്. കൈനറ്റിക്സിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ പറഞ്ഞ സ്റ്റേൺ-വോൾമർ ഇക്വേഷൻ, സ്റ്റേൺ-വോൾമർ പ്ലോട്ട്, ജബ്ലോൺസി ഡയഗ്രത്തിലെ പ്രോസസ്സുകൾ ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് ടൈം, വിത്ത് ക്വഞ്ചർ, വിത്തൗട്ട് ക്വഞ്ചർ, ഇത്രയും ഐഡിയാസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് മാർക്ക് നേടാനായിട്ട് കഴിയും. സോ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.